ആയി ഞാൻ വീണ്ടും വന്നു. നമുക്കിന്ന് സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ? സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ എനിക്ക് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എല്ലാവരും ആരും ലൈക്ക് ചെയ്യുന്നില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്ത് പറ്റിയവാ? ഇത് കാണുന്നില്ലേ? എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വചനം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടം ഇതിലൊന്നും നേരമില്ലല്ലോ ആർക്കും. ഇപ്പോഴത്തെ സമയം അതാണല്ലോ, എല്ലാവരും ഓട്ടമല്ലേ, ജീവിതത്തിൻ്റെ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ആർക്കാണ് വചനം കേൾക്കാൻ നേരം? എന്നാലും ഇച്ചിരി സമയം നിങ്ങൾ ഒരു 5 മിനിറ്റും 10 മിനിറ്റൊക്കെ ഇതിനുവേണ്ടിയൊക്കെ മാറ്റി വെക്കുക സഹോദരങ്ങളെ, ദൈവമക്കളെ. ദൈവമക്കളെന്ന് വിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ, നമ്മളെ പോറ്റിപ്പുലർത്ത് തമ്പുരാനല്ലേ, അങ്ങനെയുള്ളവരെയാണ് ദൈവമക്കളെ എന്ന് വിളിക്കേണ്ടത് അല്ലേ? ആണ്. എല്ലാവരും വചനം കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടണം. ആഗ്രഹത്തോടെ നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലണം. നമ്മളെ കർത്താവ് ചേർത്ത് പിടിക്കും, നമ്മൾ ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ വചനങ്ങളൊക്കെ വായിച്ച് വചനത്തിലൂടെ മുന്നേറി സ്വത്തിൻ്റെ മുതലിനൊക്കെ ആഗ്രഹിച്ച് പണത്തിനോടുള്ള വ്യഗ്രത കൊണ്ട് ജീവിതം മറന്ന് മുന്നോട്ട് ഓടാതെ മുന്നോട്ട് പോകാൻ നോക്കണം. അതാണ് നമ്മുടെ വിജയം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഫസ്റ്റിലെ വാചനം വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. വാചനം വായിക്കട്ടെ കേട്ടോ, നിങ്ങളത് ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12-ന്റെ 17 വരെയുള്ള തിരുവചനം. 12-17 മത്തായി 24 കേട്ടോ, 24:4. യോഹന്നാൻ ബന്ധസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ടു നെബൂലൂരിന്റെയും നിബത്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യെശയ്യാപ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാക്കാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്ക് ഉള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ നെബൂലൂൺ നബ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കണേ. നിങ്ങൾ ഈ വചനം വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തെന്നറിയാമോ? യോഹന്നാൻ ബന്ധസ്ഥനായി, യഹൂദർ ബന്ധിച്ചു യോഹന്നാനെ. അത് കേട്ടപ്പോൾ കർത്താവ് ഗലീലയിലേക്ക് പിൻവാങ്ങി. കർത്താവ് അവിടുന്ന് പിന്മാറിപ്പോയി. അതായത് യഹൂദരുടെ ഇടയിൽ നിന്ന് തമ്പുരാൻ പിൻവാങ്ങിപ്പോയി. വിജാതിയുടെ അടുത്തേക്കാണ് കർത്താവ് പോയത്. വിജാതിയര്, അതായത് നമ്മളിപ്പോൾ ഇവിടെ വിജാതിയർ എന്ന് പറഞ്ഞ ഹിന്ദു സഹോദരങ്ങളല്ലേ, അവരുടെ അടുത്തേക്കാണ് പിൻവാങ്ങിപ്പോയത്. അവിടെ നിന്നാണ് കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്, യഹൂദരുടെ ഇടയിൽ നിന്നല്ല. യഹൂദർക്ക് വന്ന സൗഭാഗ്യം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ബൈബിളൊക്കെ വായിക്കുമ്പോഴും ആദ്യമൊന്നും ആരും ഇത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. അത് എടുത്തിരുന്നില്ലെന്ന് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അന്ധകാരത്തിൽ വസിച്ചിരുന്നവര്, നിഴലിലും വസിച്ചിരുന്നവർ ഒരു ദീപ്തി ഉദയം ചെയ്തു. കർത്താവാന്ന ദീപ്തി അത് യഹൂദർക്ക് കിട്ടിയതല്ലേ? അവരല്ലേ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് കർത്താവ് വിജാതിയുടെ അടുത്തേക്ക് വന്നു. അവര് മരണത്തിന്റെ നിഴലിലും രോഗത്താൽ, ഇപ്പൊ നിന്ന് ഓർത്ത് നോക്കിയ കർത്താവ് ദൈവത്തിന്റെ സംരക്ഷണമൊന്നും ഇല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാതെ ജീവിച്ചു വന്ന കുറച്ച് മനുഷ്യര്, രോഗങ്ങൾ, വ്യാധികൾ, അനർത്ഥങ്ങൾ, ആപത്തുകൾ, പ്രതീക്ഷിക്കാൻ ഭാഗ്യമൊന്നുമില്ലാത്തവര്, അവരാണ് അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും കഴിഞ്ഞിരുന്നവർ. അവർക്ക് ദൈവം ഉണ്ടായിരുന്നില്ല, ദൈവം അറിയത്തില്ല. അത് എങ്ങനെയാണ് ദൈവത്തെ വിളിക്കേണ്ടതെന്നോ എവിടെയാണോ ദൈവമെന്നോ ആരാണ് ദൈവമെന്നോ അവർക്ക് അറിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ജനതയുടെ അടുത്തേക്കാണ് കർത്താവ് പോയത്. അവരോടാണ് മാനസാന്തരപ്പെടാൻ കർത്താവ് പറഞ്ഞത്. ദൈവ രാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ കർത്താവ് നമുക്ക് സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അവർ തള്ളിക്കളഞ്ഞതല്ലേ? ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് ഞാനൊരു കാര്യം പറയാം സഹോദരങ്ങളെ. ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധം, അന്ന് അവർ തള്ളിക്കളഞ്ഞ ദൈവത്തെ അവർക്ക് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇസ്രായേലിൽ നിന്ന് ഈ ആക്രമണങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നത്.
ഇനി അവർക്ക് കർത്താവ് വന്ന് അവരെ കൂട്ടിച്ചേർക്കണം. ഞാനായിരുന്നു ദൈവമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങൾ കാത്തിരുന്ന ക്രിസ്തു ഞാൻ തന്നെ ആയിരുന്നുവെന്ന് ക്രിസ്തുദേവൻ അവർക്കത് പിന്നെ വെളിപ്പെടുത്തി കൊടുക്കണം. യുദ്ധത്തിൽ നിന്നും അയൽ രാജ്യങ്ങളുടെ യുദ്ധത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നെല്ലാം കർത്താവ് ഇനിയും വന്ന് അവരെ സംരക്ഷിക്കുമ്പോഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾ തള്ളിക്കളഞ്ഞ ക്രിസ്തു ആണെന്ന്. അതിനുള്ള പിന്നെ തയ്യാറെടുപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അന്ന് അവര് ആ കർത്താവിന് യോഹൻ ബന്ധസ്ഥനായി യോഹനാന്റെ തല വെട്ടി. പക്ഷെ അവര് അന്നത്തെ ആ യുഗ സമൂഹം അവർക്ക് ദൈവരാജ്യത്തെ പറ്റി അറിയത്തില്ല. അറിഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാൻ അവർ സമ്മതിച്ചിരുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു മനസ്സർക്ക് ഉണ്ടായിരുന്നില്ല. അവര് പിന്നെയും വേറെ ആരോ കാത്തിരിക്കുകയായിരുന്നു. അവര് പിന്നെ പാവപ്പെട്ട ഒരു കുടുംബത്തെ ജനിച്ച ക്രിസ്തുവിനെ ആയിരുന്നില്ല അവർ പ്രതീക്ഷിച്ചത്. കൊട്ടാരത്തിൽ ജനിക്കുന്ന ഒരു ക്രിസ്തുവിനെ, അവരെ പോലെ തന്നെ നല്ല പ്രൗഢിയോടെ ഒരാളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കർത്താവിന് പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവർ മാറ്റി വെച്ച് ഒന്നുമില്ലായവരേക്ക് ഇറങ്ങി വന്നു. സമ്പന്നരെ തള്ളിക്കളഞ്ഞു, ദരിദ്രനെ ഉയർത്തി, രാജാക്കന്മാരെ സിംഹാസനം താഴെ ഇറക്കി, ഒന്നുമില്ലാത്തവരെ ഉയർത്തി. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പം അന്ന് അന്ന് സംഭവിച്ച ആ കാലഘട്ടത്തിന്റെ വിടവ് എത്രയെന്ന് ഓർത്തി? 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് അതിന്റെ പൂർത്തീകരണമൊക്കെ ആകാൻ വേണ്ടി അവസാന കാലഘട്ടം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കർത്താവ് വിജാതിയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ നിന്നാണ് 12 അപ്പസ്തലന്മാർ തിരഞ്ഞെടുത്ത മുക്കന്മാരെ. ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസമില്ല, വിവരമില്ല, സാധാരണ നമ്മളെപ്പോലൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. എന്ത് എന്ന് ഇപ്പൊ നമുക്കും ഒന്നുമില്ലെങ്കിൽ ദൈവവചനങ്ങൾ തന്നിട്ടുണ്ട്, പള്ളിയുണ്ട്, നമുക്ക് അച്ഛന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, വചനങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, സംശയങ്ങളോട് അവിടെ വന്നു കഴിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി തരാൻ, നമുക്ക് ഗ്രഹിച്ച് തരാൻ നമുക്ക് ആൾക്കാരുണ്ട്, ധ്യാനങ്ങളുണ്ട്. ധ്യാനങ്ങൾ അവിടെ അവിടെ കൂണുപോലെ മുളയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറേയൊക്കെ നല്ലതാണ്, കുറേയൊക്കെ മോശമാണ്. അത് പോട്ടെ, അതെന്തും ആവട്ടെ, നമ്മൾ അതിലൊന്നും ഇപ്പോൾ തലകടക്കാൻ പോകണ്ട. എങ്കിലും നമുക്ക് ഒത്തിരി അറിവുകൾ പകർന്നു തരാൻ നമുക്കിപ്പോൾ ആൾക്കാരുണ്ട്. ആ കാലഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ പാവങ്ങൾക്ക് ആരും അവർക്കുണ്ടായിരുന്നില്ല. ഗലീലി പ്രദേശത്ത് നപ്താലി ഗോത്രങ്ങൾ യഹൂദ വംശത്തിൽപ്പെട്ടവരാണ് അവര്. നപ്താലി ഗോത്രങ്ങൾ യൂദവംശം. അവർ അന്ധകാരത്തിലാണ്ട് പോയവരാണ്. കുറെ കാലം ദൈവമായിട്ടൊരു യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. അന്നന്ന് അധ്വാനിച്ച് കഴിഞ്ഞുകൂടി ഉറങ്ങി ജീവിച്ച കുറേ ആൾക്കാർ, പ്രതീക്ഷിക്കാൻ ഭാഗ്യമൊന്നുമില്ലാതെ, ആരും പ്രതീക്ഷിക്കാനില്ലാതെ, ഞങ്ങളുടെ വീടെടുക്കാൻ ആരും ഇല്ല എന്നൊരു, ദൈവമായി യാതൊരു സമ്പർക്കവും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാതിരുന്നുകൊണ്ട് അവര് അന്ധകാരത്തിന്റെ നിഴലില്, മരണത്തിന്റെ നിഴലില്, രോഗങ്ങളും ദുരിതങ്ങളും വ്യാധികളും പട്ടിണിയും പഞ്ഞവും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ജീവിച്ച് പോയ ഒരു സമൂഹത്തിലേക്കാണ് കർത്താവ് ഇറങ്ങിച്ചെന്നത്. കർത്താവ് അവരെ വേർതിരിച്ചു, കർത്താവ് അവരെ വീണ്ടെടുത്തു, കൂട്ടിച്ചേർത്തു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പ്രസംഗിച്ചു. കർത്താവിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ഒന്നും കഴിവില്ലാതിരുന്ന അവർക്ക് സാധിച്ചു. യഹൂദർക്ക് യൂദാവംശത്തിൽപ്പെട്ടവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. അത് അവരെല്ലാം തികഞ്ഞവരായിരുന്നു, സമ്പന്നരായിരുന്നു, ഇഷ്ടംപോലെ പണമുണ്ട്, ജീവിക്കാനുള്ള കഴിവുണ്ട്, സമൂഹം ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ, രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ദൈവത്തിന്റെ പിന്നെ വിളി അവർക്ക് എന്തിനാ ആവശ്യം? അങ്ങനെ ദൈവം രാജാവായി വരുമ്പോൾ അവരുടെ അധികാരങ്ങൾ താഴെ പോയില്ലേ? എന്നിട്ടും പോയി. അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്ക് ഗലീല പ്രദേശത്തേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ അത് വായിക്കുമ്പോഴൊന്നും ഞാൻ അതിന്റെ അർത്ഥം ഒന്നും ശരിക്കും മനസ്സിലാവാതെ, എന്താണെന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയ കുറെ കാലഘട്ടങ്ങളിലായിരുന്നു ഞാനൊക്കെ ജീവിച്ചിരുന്നത്. എന്നത്തെ നമ്മൾ ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആദ്യത്തെ 4 ശിഷ്യന്മാരെ ഈ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന അവരിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. അവർക്കാണ് ദൈവരാജ്യം കിട്ടാനും, പ്രസംഗം കേൾക്കാനും, കർത്താവിനെ സമീപിച്ചിരിക്കാനും, അടുത്തിരിക്കാനും, കർത്താവിന്റെ വായിൽ നിന്ന് ഓരോരോ വചനങ്ങൾ കേൾക്കാനും കൂടെ ആയിരിക്കാനും സൗഭാഗ്യം ലഭിച്ച ഇവർക്കാണ്. അവിടെ നമുക്ക് താഴോട്ട് വായിക്കാം. ആദ്യത്തെ 4 ശിഷ്യന്മാർ, അവിടുന്ന് 18 വരെ, ഇവിടുന്ന് 17 വരെ ഞാൻ വായിച്ചു നിർത്തി. ഇതാ 18-ാമത്തത്. അവൻ ഗലീല തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമോൻ എന്ന
സഹോദരൻ അന്ത്രിയോസിനെയും അവൻ മീൻ പിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. കേട്ടോ, ആ ഒരു വിടവ് നോക്കിക്കേ. യഹൂദരും, കർത്താവ് യഹൂദനായിരുന്നിട്ട് പോലും കർത്താവ് ഇറങ്ങി ചെന്നത് ഗലീലിലെ ആ അന്ധകാരത്തിൽ വസിച്ചിരുന്നതിനിടയിലാണ്. അവിടെ നിന്ന് രണ്ടുപേരെ തിരഞ്ഞെടുത്തു. ഫസ്റ്റില് ആദ്യം തന്നെ രണ്ടുപേരെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു. യഹൂദ വംശത്തിൽ നിന്ന് ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യഹൂദന്മാരുടെ യുദ്ധം, യഹൂദന്മാരെ മറ്റുള്ള അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവസാനം പിന്നെ യഹൂദർ, ഇസ്രായേലിലെ ഭരണകർത്താക്കൾ തോക്കും, യഹൂദർ തോക്കും. അവർ തോറ്റ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് കർത്താവ് വരുന്നത്. അങ്ങനെ വന്നാണ് ഇവരെ വീണ്ടെടുക്കുന്നത്. അത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയാണ് ഇവരായിരുന്നു ക്രിസ്തുവെന്നും ഇവരെയായിരുന്നു ഞങ്ങൾ തള്ളിക്കളഞ്ഞതെന്നും ഇവരെയാണ് ഞങ്ങൾ ക്രൂശിലേറ്റ് ആണിയിൽ തറച്ചതെന്നും ഒക്കെ യഹൂദർക്ക് കാണിച്ചു കൊടുക്കാനും കർത്താവ് ഇനിയൊന്ന് വരും. ആ വരുമ്പോൾ ഇവരുടെ ചാങ്ങ് കീറിപ്പോകും. അന്ന് കർത്താവിനെ ക്രൂശിലേറ്റുമ്പോൾ ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവന്റെ രക്തം ഞങ്ങളുടെ തലമുറയുടെ മേളിലും വീഴട്ടെ എന്ന്. ആ വീണന്റെ ആഘാതമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അന്ന് അവരെ ശ്രദ്ധിക്കണമായിരുന്നു. ഒരു കണക്കിനത് നന്നായി. അല്ലെങ്കിൽ നമുക്കിന്ന് കർത്താവിനെ കിട്ടുമായിരുന്നു. യൂതകവംശത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യഹൂദന്മാര് കർത്താവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് അവിടെ യൂതന്മാരുടെ മാത്രം രാജാവാരി കർത്താവ് വാങ്ങി മാറിപ്പോകുമായിരുന്നു. ലോകത്തിലെ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും കിട്ടുമായിരുന്നോ? ഇല്ലെന്ന് അതാണ് അതിന്റെ ശരി. അങ്ങനെ കിട്ടുകയില്ലായിരുന്നു. അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. യശപ്രവാചകന്റെ പ്രവചനം അങ്ങനെ ആ വഴിയിലൂടെ നീങ്ങേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ന് അനാഥരും ഇപ്പൊ ഗലീലയില് ആ അന്ധകാരത്തിലും മരണത്തിന് നിഴലും കഴിഞ്ഞിരുന്ന അവരെ പോലെ നമ്മളും കഴിയേണ്ടി വന്നേനെ. രാജാക്കന്മാരുടെ അടിമത്തത്തിലും സ്വാതന്ത്ര്യമില്ലാതെയും ഭയങ്കരമായ പീഡകളിലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. കർത്താവ് വന്ന് നമുക്ക് എന്ത് സ്വാതന്ത്ര്യം എടുത്തു തന്നതല്ലേ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം, അവരെ അടിമകളാക്കാതെ. ഇതൊക്കെ ഒരു ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്നൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. രാജഭരണമൊക്കെ നമുക്ക് ഒരിക്കലും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര അപകടകരമാണ്. പട്ടാള ചിറ്റയിലൊക്കെ ജീവിക്കുന്നത് പോലെ ഭയങ്കരമായ പീഡനം ഏൽക്കേണ്ടി വന്നേനെ. ഇന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ വലിയ പണവും സമ്പത്തൊന്നും ഇല്ലെങ്കിലും അന്നന്ന് പണിയെടുത്തുന്ന സ്വാതന്ത്ര്യത്തോടെ നമുക്ക് നമ്മുടെ ഭവനത്തിൽ വന്ന് കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. പീഡനങ്ങളൊന്നും ഇല്ലാതെ, പേടിക്കാതെ, ഭയപ്പെടുത്താതെ. എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് തമ്പുരാൻ വാങ്ങി തന്നത്, നേടിത്തന്നത്. നമുക്ക് തമ്പുരാൻ സ്തുതിച്ചല്ലേ മതിയാവുള്ളൂ. ആ കർത്താവിന് തിരിഞ്ഞു ഓരോരുത്തരൊക്കെ ഇങ്ങനെ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫലങ്ങളൊന്നും ഇല്ല വരുമ്പോൾ സമ്പത്ത് കിട്ടാതൊക്കെ വരുമ്പോൾ കർത്താവിന് നേരെ പിറുപിറുക്കുന്നില്ലേ? പണം പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ. പണം പ്രതീക്ഷിക്കരുത്. കർത്താവ് ആ സ്വാതന്ത്ര്യമല്ല നമുക്ക് വാങ്ങി തന്നത്. അടിമത്തത്തിൽ നമുക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് നമുക്ക് വിടുതൽ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ആ കൃപ എല്ലാം നമുക്ക് നേടിത്തന്ന തമ്പുരാനാണ്. ആ തമ്പുരാനെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. രാജാക്കന്മാരുടെ ഭരണം, അടിമത്തമൊക്കെ പോയി. ഇനി അതൊന്നും നടക്കുകയില്ല. കർത്താവ് നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം. ഇന്നത്തെ ജനാധിപത്യം പോലെ അന്നത്തെ കർത്താവ് അന്ന് നമ്മളെ എല്ലാവരും ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് തന്നു. രാജാക്കന്മാരുടെ ആ ക്രൂര ഭരണത്തിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിച്ചു. അത് ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. പത്രോസും യോഹന്നാനും ഒക്കെ മുക്കന്മാരായിരുന്നു, വിജാതിയരായിരുന്നു. വിജാതിയുടെ ഇടയിലേക്കാണ് കർത്താവ് ഇറങ്ങി വന്നത്. എന്ത് വലിയൊരു അനുഗ്രഹം അവർക്കൊക്കെ കിട്ടിയതല്ലേ. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള. കർത്താവ് സ്വന്തം ജനത്തിനെ തേടി വന്നിട്ടും അവർക്കത് വേണ്ടാതെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതല്ല ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നത്. 4 ദിക്കിൽ നിന്നും 4 രാജ്യങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും 4 രാജ്യങ്ങൾ ഒരുമിച്ച് അവർ ആക്രമിക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. അവർക്ക് ദൈവത്തെ വിളിക്കാനുള്ളൊരു അവസരം അത്. ആ അവസരം നമുക്ക് അധികം ദൂരമില്ല, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ക്രിസ്തുവിനെ കാണാം.
അവർ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെ ഇന്നും ആ ഒരു ജനതകൾ ഇപ്പോഴും കുരിശ് വരയ്ക്കുകയോ കൊന്ത ചൊല്ലുകയോ ബൈബിൾ വായിക്കുകയോ ബൈബിൾ വായിക്കുന്നുണ്ടാവും, അവരുടെ ആ വചനമായിരിക്കും. എന്നാലും കർത്താവിനെ അംഗീകരിക്കാത്ത ഇന്നും കർത്താവിനെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട് യുഗ സമൂഹത്തിൽ. എന്നാ ഒരു അവസ്ഥയിലാണല്ലേ അവരൊക്കെ അന്ന് അങ്ങനെ സംഭവിച്ചു പോയത്. അതൊക്കെ നമ്മൾ അറിഞ്ഞ് നമുക്ക് ആ സൗഭാഗ്യം ലഭിച്ചവർക്ക് തമ്പുരാനെ സ്തുതിക്കണം. അല്ലാതെ ലോകത്തിലേക്ക് നോക്കി പിന്നെ സമ്പത്തിലേക്ക് നോക്കി ലോകമോഹങ്ങളിലേക്ക് നോക്കി നമ്മൾ ഓടാതെ കർത്താവിലേക്ക് ക്രൂശിക്കപ്പെട്ടവനിലേക്ക് നോക്കി നമ്മൾ ഓടണം. ലക്ഷ്യം നമുക്ക് അവൻ മാത്രമായിരിക്കണം. അവൻ്റെ സന്നിധിയിലേക്കായിരിക്കണം നമ്മൾ ഉന്നം വെക്കേണ്ടത്. മറ്റൊന്നിലേക്ക് നമ്മൾ ഉന്നം വെക്കരുത്. ഉന്നം വെച്ച വൈരികൾ പാട്ടില്ലേ അങ്ങനെ? അതൊന്നും നമുക്ക് വേണ്ട. കർത്താവായ ദൈവം നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹം. അവൻ നമ്മുടെ കുട്ടിക്ക് നമുക്കെതിരെ വരുന്ന ഒരു അമ്പുകളും വലിക്കുകയില്ല, ഒരു ആയുധങ്ങളും നമുക്കെതിരെ വലിക്കുകയില്ല. അവൻ എല്ലാത്തിനും തടയും. അതാണ് കർത്താവ് യേശുമിശിഹ. അവൻ്റെ ശക്തിയോളം അവൻ്റെ വിലയോളം അവൻ്റെ ബലത്തോളം ബലമുള്ളത് മറ്റൊന്നുമില്ല. ഒരു ജാതിയിലും ഒരു മതത്തിലും ഇല്ല. കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ഈ വചനം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12-17 വരെയുള്ള വാചനങ്ങൾ വായിക്കണം. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ഏത് സമൂഹത്തിൽ നിന്നാണെന്നും ഏത് ജനതകളിൽ നിന്നാണെന്നും ഏത് അവസ്ഥകളിൽ അവർ കഴിഞ്ഞിരുന്നവരാണെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു. ഇവരുടെ ആ ഒരു അധ്യായത്തിൽ നിന്നാണ് കർത്താവ് മുന്നോട്ട് നീങ്ങുന്നത്. അതാണ് യഹൂദന്മാർക്ക് ഭയങ്കര ശത്രുത ഉണ്ടാകാൻ കാരണം ഉണ്ടാകുന്നത്. അവർ കർത്താവിനെ പിടിച്ചു കെട്ടി ക്രൂശിക്ക് തറയ്ക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഒരു ജനതകൾ മുഴുവനും ഒരു സമൂഹം മുഴുവനും സ്വന്തം ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും വിജാതിയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആരെയും വെറുതെ പെടുത്തിയിട്ടില്ല കർത്താവ്, ആരും തള്ളിക്കളഞ്ഞിട്ടില്ല കർത്താവ്. അവനെ നോക്കിയവർ പ്രകാശിതരാകും. അവനെ വിളിച്ചവർ രക്ഷ പ്രാപിച്ചിട്ടേ ഉള്ളൂ. ഒരു നിരാശയും എവിടെയും ഉള്ളതായിട്ട് ഒരു ലേഖനത്തിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല. ശക്തനായവനെ അവൻ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. ശക്തനായവൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ ബാക്കി നോക്കിയുള്ളൂ. വലിയവനായ കർത്താവ് നമുക്ക് കൃപയും കർത്താവിൻ്റെ ചൈതന്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമുക്ക് എന്നും വർഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും കാത്ത് പരിപാലിക്കട്ടെ. കർത്താവായ യേശുമിശിഹ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് വീണ്ടും ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നിച്ചേരാം. നമുക്കിന്ന് ഈ വചനം ഇവിടെ പൂർത്തിയാക്കാം. എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് ഒരുമയോടെ മുന്നോട്ട് പോകാൻ ദൈവകൃപ ഉണ്ടാകട്ടെ. ദൈവത്തിന് നന്ദിയും കൃപയും സ്തോത്രം.